രാജ്യത്ത് ഈയിടെയായിട്ട് ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട വിവാദമായ അല്ലെങ്കിൽ വിവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് വഖഫ് ബോർഡ്, വഖഫ് ബില്ലിലെ ഭേദഗതികൾ. അപ്പൊ നമ്മൾ ഇന്ന് വിശദമായിട്ട് ചർച്ച ചെയ്യുന്നത് എന്താണ് വഖഫ് ഭൂമി, വഖഫ് ഭൂമിയുടെ പ്രത്യേകതകൾ, ഈ വഖഫ് ഭൂമി എങ്ങനെയാണ് സംരക്ഷിക്കുന്നത്, അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട ആക്ടുകൾ, കാര്യങ്ങൾ, തുടർന്ന് ഇപ്പൊ വന്നിരിക്കുന്ന പുതിയ ആക്ട് അല്ലെങ്കിൽ ഭേദഗതി നടന്നിരിക്കുകയാണ്. ഭരണഘടന നമ്മുടെ പാർലമെന്റിൽ പാസ്സായിരിക്കുകയാണ്. ആ സമയത്ത് പല മന്ത്രിമാരും പല നമ്മുടെ MP-മാരൊക്കെ അവിടെ ഇല്ല എന്നുള്ള ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പൊ എന്താണ് ഈ ഭേദഗതിയിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ, എന്താണ്, എങ്ങനെയാണ് അത് വിവാദമാകുന്നത്, അല്ലെങ്കിൽ അതിലുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ എന്തൊക്കെയാണ്, അതിലുള്ള വാസ്തവം ഉണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, വിശദമായിട്ട് ചർച്ച ചെയ്യാം. വഖഫ് ഭൂമി, അതിനെക്കുറിച്ച് നിങ്ങൾ അറിയുമ്പോൾ മനസ്സിലാക്കേണ്ടത് ഒരു ഇസ്ലാമിക് നിയമവുമായി ബന്ധപ്പെട്ട സംഗതിയാണ് വഖഫ് ഭൂമി എന്ന് പറയുന്നത്. കാരണം ഇസ്ലാമിക നിയമപ്രകാരം ഒരാൾക്ക് നമ്മുടെ ആ മതവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മതത്തിൻ്റെയോ അതുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾക്കോ അത്തരത്തിൽ ചാരിറ്റി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നൽകാനായിട്ട് അവർക്ക് നൽകുന്ന ഒരു തരം ദാനമാണ് വഖഫ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ മറ്റൊരാൾക്ക് ഒരു സഹായം നൽകുന്നത് പോലെ ഉള്ള ഒരു ടൈപ്പ് ദാനം. പല ടൈപ്പ് ദാനങ്ങളുണ്ട്. പക്ഷെ വഖഫായിട്ട് ഒരു ഭൂമിയോ ഒരു ബിൽഡിങ്ങോ ബന്ധപ്പെട്ട എന്ത് വസ്തുക്കളാവട്ടെ ഒരു സ്ഥാപനത്തിന് മതത്തിലേക്ക് എന്ത് ചെയ്യാണ്, തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ, ഓക്കെ, നമ്മൾ കച്ചവടം ചെയ്യുന്ന പോലെയല്ല, കുറച്ചാണ് കൊടുത്ത് കുറച്ച് ഒന്നും തിരിച്ച് പ്രതീക്ഷിക്കാതെ, അല്ലെങ്കിൽ ഇപ്പൊ പ്രതീക്ഷിക്കാതെയും ഭാവിയിലും പ്രതീക്ഷിക്കാതെ പൂർണ്ണമായിട്ടും ഇഷ്ടപ്പെട്ടുകൊണ്ട് നൽകുന്ന ഒരു തരത്തിലുള്ള ദാനമാണ് എന്ത് വഖഫ് എന്ന് പറയുന്നത്. ഓക്കെ, അത് ദൈവത്തിന് കൊടുക്കുന്ന ഭൂമി, ദൈവത്തിന് കൊടുക്കുന്ന സ്വത്ത് എന്നുള്ള രീതിയിലാണ്. അത് മൂവബിൾ ആവാം, ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ആവാം, എന്തും ആവാം. അത്തരം കൊടുക്കുന്ന ഒരു ഭൂമിയാണ് നമ്മൾ എന്ത് പറയാ, വഖഫ് എന്ന് പറയാം. ദൈവത്തിന്റെ പ്രീതി മാത്രം പ്രതീക്ഷിച്ചുകൊണ്ടാണ് കൊടുക്കുക. ഇതിൽ പ്രത്യേകം മനസ്സിലാക്കേണ്ടത്, കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരു സമയം വഖഫായി കഴിഞ്ഞാൽ കാലാകാലം വഖഫാണ്, അതാണ് നിയമം. അത് ഒരിക്കലും വഖഫ് ഭൂമി ആയി കഴിഞ്ഞാൽ തിരിച്ച് വഖഫ് അല്ലാതെ ആക്കാൻ, അല്ലെങ്കിൽ തിരിച്ച് എനിക്ക് തന്നെ അത് പിന്നീട് തോന്നുന്നു, എന്റെ തലമുറയിൽ ആർക്കെയും തോന്നുന്നത് എനിക്ക് തന്നെ വേണം തോന്നി കഴിഞ്ഞാൽ തിരിച്ചെടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. ഓക്കെ, അപ്പൊ ഒരു വട്ടം വഖഫായി കഴിഞ്ഞാൽ അത് കാലാകാലം വഖഫായിട്ട് എന്ത് ചെയ്യും, ദൈവത്തിന്റെ സ്വത്തായിട്ട് അവിടെ കിടക്കും. അത് ആർക്കും വിൽക്കാനോ വാങ്ങാനോ അങ്ങനെയുള്ള അവകാശങ്ങളൊന്നുമില്ല. അത് നടത്തിക്കൊണ്ടുപോകാനുള്ള ഒരു മുത്തവല്ലിനെ നിയമിക്കാറുണ്ട്. മുത്തവല്ലിക്ക് നടത്തിക്കൊണ്ടുപോകുക എന്നുള്ള ഉത്തരവാദിത്തം മാത്രമേ ഉള്ളൂ. മുത്തവല്ലികൾ മാറി വരാം, നടത്തുന്ന ആളുകൾ മാറി വരാം, പക്ഷെ എന്ത് ചെയ്യുന്നില്ല, അതിന്റെ അവകാശം അത് ആർക്ക് തന്നെയാണ്, ദൈവത്തിനാണെന്നുള്ള രീതിയിലാണ്. അപ്പൊ ഇന്ത്യയിൽ വഖഫ് എത്രത്തോളം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ കണക്ക് പ്രകാരം 11.95 ലക്ഷം കോടി രൂപ വിലമതിക്കുന്ന വഖഫ് സ്വത്തുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഓൾറെഡി ഉണ്ട് എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട ഒരുപാട് ഉടമസ്ഥാവകാശം നിലനിൽപ്പിനെ ചോദ്യം ചെയ്തിട്ടൊക്കെ ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ബന്ധപ്പെട്ട് അതിനൊക്കെ ചോദ്യം ചെയ്യപ്പെടുന്ന രീതിയിലാണ് ഭേദഗതി വന്നിട്ടുള്ളത് എന്നുള്ളത് മനസ്സിലാക്കണം. ഓക്കെ, ഏകദേശം 9 ലക്ഷത്തിലധികം ഏക്കർ സ്ഥിതി ചെയ്യുന്ന വഖഫ് സ്വത്തുകൾ രാജ്യത്തിനുണ്ട് എന്നുള്ളതാണ് സർക്കാർ കണക്ക് പറയുന്നത്. ഏകദേശം എന്ന് പറയുന്നത് $14 മില്യൺ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 11.9, 11 ലക്ഷത്തിലധികം, 11 ലക്ഷം കോടിയിലധികം വില മതിക്കുന്നതാണ് ഈ സ്വത്ത് എന്ന് പറയുന്നത്. വഖഫ് ഭൂമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം അത്തരത്തിൽ ദൈവത്തിൽ കൊടുക്കുന്നതാണ്. അപ്പൊ ഇത് സംരക്ഷിക്കാനുള്ള നിയമം എന്താണുള്ളത്, ഇത് സംരക്ഷിക്കാൻ വേണ്ടി വഖഫ് സ്വത്തുക്കളുടെ പരിപാലനം, ഇതിപ്പോ ഒരു ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മുടെ നാട്ടിലുള്ള ഒരു പള്ളി, ഇസ്ലാം മതവുമായി ബന്ധപ്പെട്ട പള്ളിയോ മദ്രസയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ട്രസ്റ്റുകളോ ഇവരിലേക്ക് ഒരു ഭൂമി കൊടുത്തു കഴിഞ്ഞാൽ ഇനി എങ്ങനെയാണ് ഇത് പരിപാലിക്കുക? കാരണം കൊടുത്തു കഴിഞ്ഞാൽ ഇയാൾക്കല്ലേ ഇനി പരിപാലിക്കാൻ അവകാശം, എന്റെ ഭൂമി ഞാൻ കൊടുത്തത് എനിക്ക് പരിപാലിക്കാൻ അവകാശമില്ല. ഇതൊക്കെ പരിപാലിക്കുന്നു എന്ന് പറയുന്നത് 1954 കേന്ദ്ര സർക്കാർ വഖഫുകളുടെ പ്രവർത്തനം ഏകോപിപ്പിക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നുണ്ട്, ഒരു നിയമം കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, വഖഫ് ബോർഡ് ആക്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വഖഫ് സ്വത്തുക്കളുടെ വിനിയോഗം, മേൽനോട്ടം വഹിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നത്. അതിന് വേണ്ടി എന്ത് ചെയ്യുന്നുണ്ട്, വഖഫ് ബോർഡുകളും സംസ്ഥാന തലങ്ങളിൽ വഖഫ് ബോർഡുകളും കേന്ദ്ര തലത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, വഖഫ് കൗൺസിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇതനുസരിച്ച് സ്ഥാപിച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നീട് ഈ നിയമം റദ്ദാക്കിയിട്ട് 1995 എന്ത് ചെയ്യുന്നുണ്ട്, വഖഫ് ബോർഡുകൾക്ക് കൂടുതൽ അധികാരം നൽകുന്ന രീതിയിലുള്ള പുതിയ നിയമം പാസ്സാക്കുന്നുണ്ട്. 2013 എന്ത് ചെയ്യുന്നുണ്ട്, പിന്നെ ഒരു ഭേദഗതി വന്നിട്ടുണ്ട്. ഇപ്പൊ 2024 ഭേദഗതിയാണ് ഇപ്പൊ പാസ്സായിട്ടുള്ളത്. അതിനെ ചുറ്റി പറ്റിയാണ് ഇപ്പൊ ഒരുപാട് വിവാദങ്ങൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഉയർന്നു വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇതിൽ ഒന്നാമത് പറയുന്ന ഒരു കാര്യം വഖഫ് ബോർഡാണ്. ഓരോ സംസ്ഥാനത്തിനും ഓരോ വഖഫ് ബോർഡ് ഉണ്ട്. വഖഫ് സ്വത്തുക്കളുടെ രജിസ്ട്രേഷൻ, രേഖകൾ സൂക്ഷിക്കുക, ഉപയോഗം നിരീക്ഷിക്കുക, ജീവകാരുണ്യ പ്രവർത്തനത്തിന് വേണ്ടിയാണോ ഇത് ഉപയോഗിക്കുന്നത് ഉറപ്പുവരുത്തുക തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, വഖഫ് ബോർഡിന്റെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ വഖഫ് ബോർഡ് ആണ് എന്ത് ചെയ്യുന്നത്, വഖഫ് സ്വത്ത് കൈകാര്യം ചെയ്യാൻ വേണ്ടി ഒരു മുത്തവല്ലിയെ നിയമിക്കും. നമ്മുടെ നാട്ടിൽ കേട്ടിട്ടുണ്ടോ മുത്തവല്ലി എന്നുള്ളത്, അഥവാ ഒരു ആളെ നിയമിക്കും. ഇയാളാണ് ഇവിടെ വഖഫ് സ്വത്തിന്റെ കൈകാര്യം ചെയ്തത്. ജസ്റ്റ് കൈകാര്യം ചെയ്യൽ മാത്രമേ ഉള്ളൂ, ഉടമസ്ഥനെല്ലാം പ്രത്യേകം മനസ്സിലാക്കണം കേട്ടോ. അപ്പൊ ഇത് സ്ഥാപിക്കാനുള്ള അധികാരം വഖഫ് ബോർഡിനുണ്ട് എന്ന് അറിഞ്ഞിരിക്കുക. അതാണ് വഖഫ് ബോർഡ്. രണ്ടാമതാണ് വഖഫ് കൗൺസിൽ, കേന്ദ്ര തലത്തിലാണുള്ളത്. ഈ ഇത്തരത്തിലുള്ള വഖഫ് ബോർഡുകളുടെ മേൽനോട്ടവും ഏകോപനവും നിർവഹിക്കുന്നത്
നിർവഹിക്കുന്ന ഒരു കേന്ദ്ര സംവിധാനമാണ് ഏത് വഖഫ് കൗൺസിൽ എന്നുള്ളത്. ഓക്കെ, അവർക്ക് എന്താണ് ഈ ഇസ്ലാമിക നിയമങ്ങൾക്ക് അനുസരിച്ചതായിട്ടാണോ, തത്വങ്ങൾക്ക് അനുസരിച്ചായിട്ട്, അതുപോലെ തന്നെ സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണോ ഈ വഖഫ് സ്വത്ത് കൈകാര്യം ചെയ്യുന്നത്, ഉപയോഗിക്കുന്നത്, ഇങ്ങനത്തെ കാര്യങ്ങൾ, വഖഫ് ബോർഡുകളുടെ ഏകോപനം, നയരൂപീകരണം, തർക്കങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ പരിഹരിക്കുക, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും വഖഫ് കൗൺസിലിന്റെ ഉത്തരവാദിത്തം അവർ ചെയ്യുന്ന കാര്യങ്ങൾ എന്നുള്ളത്. ഇനി മറ്റൊരു ബോഡിയാണ് വഖഫ് ട്രൈബ്യൂണൽ എന്നുള്ളത്. ഇപ്പൊ കോടതികൾ, മുമ്പൊക്കെ കേസ് കോടതികളിലേക്കായിരുന്നു പോയിരുന്നത് വഖഫുമായി ബന്ധപ്പെട്ട തർക്കങ്ങളോ കാര്യങ്ങളോ ഉണ്ടായി കഴിഞ്ഞാൽ. അപ്പൊ ഈ കോടതികൾ ഓൾറെഡി അതല്ലാത്ത കേസുകൾ നിറഞ്ഞു നിൽക്കുകയാണല്ലോ. ആ ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടി വഖഫിന്റെ കാര്യങ്ങൾ മാത്രം നോക്കാൻ വേണ്ടി പ്രത്യേകമായിട്ടൊരു ബോഡി ഉണ്ടാക്കിയാണ് വഖഫ് ട്രൈബ്യൂണൽ എന്ന് പറയും. അപ്പൊ ഇവരാണ് എന്ത് ചെയ്യുന്നത്, ഓരോ സംസ്ഥാനത്ത് ഓരോ ട്രൈബ്യൂണൽ ഉണ്ടാവും. അവരായിരിക്കും എന്ത് ചെയ്യുക, വഖഫ് ഫണ്ട് ഉപയോഗിച്ചാൽ ഇത് പ്രവർത്തനം നടത്തുക കേട്ടോ. അപ്പൊ ഇവരായിരിക്കും എന്ത് ചെയ്യുക, സിവിൽ കോടതികളുടെ അധികാരങ്ങളൊക്കെ ഈ ട്രൈബ്യൂണലിനും ഉണ്ട്. ഇവരായിരിക്കും ഈ വഖഫ് ഭൂമിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതിന്റെ തർക്കങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ ആ തർക്കം പരിഹരിക്കുന്നത്, അതിൽ അന്തിമ തീരുമാനം എടുക്കുക, അതൊക്കെയാണ്. അപ്പൊ ഈ വഖഫ് രൂപീകരിക്കുന്ന ആരാണ്, സംസ്ഥാന സർക്കാരാണ് രൂപീകരിക്കുക. 3 അംഗങ്ങളാണ് അതിലുണ്ടാവുക. ചെയർപേഴ്സൺ ജുഡീഷ്യൽ ഓഫീസർ ആയിരിക്കും. അതുപോലെ തന്നെ ക്ലാസ് 1 റാങ്കിൽ കുറയാത്ത ജില്ലാ സെഷൻ സിവിൽ ജഡ്ജ്, സംസ്ഥാന സിവിൽ സർവീസ് ഉദ്യോഗസ്ഥൻ, മുസ്ലിം നിയമത്തിലും നിയമശാസ്ത്രത്തിലും അറിവുള്ള ഒരു വ്യക്തി എന്നിവരൊക്കെയാണ് പൊതുവെ എന്ത് ചെയ്യുക ഈ ട്രൈബ്യൂണലിൽ ഉണ്ടാവുക. ഓക്കെ, ഇങ്ങനെയാണ് വഖഫ് ബോർഡ്, വഖഫ് കൗൺസില്, വഖഫ് ട്രൈബ്യൂണൽ എന്ത് ചെയ്യുന്നത് ഇപ്പോൾ പ്രവർത്തിച്ചു വരുന്നത്. ഇനി അതിലാണ് എന്ത് ചെയ്യുന്നത് മാറ്റങ്ങൾ കൊണ്ടുവന്നുകൊണ്ടാണ് ഇപ്പൊ 2024 വഖഫ് ഭേദഗതി ബില്ലാണ് നമ്മൾ നോക്കുന്നത്. 2024 അത് വന്നത്. അന്ന് മുതലേ അത് ചർച്ചയിലുണ്ടായിരുന്നു. ഇപ്പാണ് എന്ത് ചെയ്യുന്നത് പാർലമെന്റിൽ പാസ്സായിട്ടുള്ളത്. ഇനി പ്രസിഡന്റൊക്കെ ഒപ്പുവെക്കാനുണ്ട്. പാസ്സാവുന്നത് നിയമമായിട്ട് തന്നെ വരും. അപ്പൊ എന്താണ് ഇതിൽ വന്ന നിയമത്തിൽ പറയുന്ന, ഈ ഭേദഗതി ബില്ലിൽ പറയുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. എന്തൊക്കെയാണ് അതിൽ വിവാദമായിട്ട് മാറിയിട്ടുള്ളത് നമുക്ക് നോക്കാം. 1995 വഖഫ് നിയമത്തിനെ 44 വകുപ്പുകളിൽ മാറ്റം വരുത്തിക്കൊണ്ടാണ് എന്ത് ചെയ്യുന്നത് ഇപ്പം ഈ ഭേദഗതി വന്നിട്ടുള്ളത്. വഖഫ് ബോർഡുകളുടെ അധികാര പരിധിയും സ്വത്ത് വിനിയോഗമൊക്കെ നിയന്ത്രിക്കുന്ന രീതിയിലാണ് ഇപ്പൊ എന്ത് ചെയ്തിട്ടുള്ളത്, ഇത് ഇത്തരത്തിലുള്ള ഒരു നിയമം അല്ലെങ്കിൽ ഭേദഗതി ഇവിടെ വന്നിട്ടുള്ളത്. ഭേദഗതികൾ ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ട്. കുറച്ച് കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, പ്രധാനമായിട്ടും വിവാദങ്ങൾ ഉയർന്നു വന്നിട്ടുള്ള വിഷയങ്ങൾ ഭേദഗതിയിൽ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായിട്ട് ഇപ്പോഴത്തെ ഓൾറെഡി ഉള്ള നിയമപ്രകാരം എന്ന് പറയുന്നത് ഭൂമി ഉൾപ്പെടെയുള്ള സ്വത്തുക്കള് വാക്കാൽ വഖഫാക്കാം. അപ്പൊ നമുക്ക് വഖഫാക്കാൻ 2 രീതിയിലാണ്. ഉദാഹരണമായിട്ട് ഇപ്പൊ രേഖാപരമായിട്ട് ഞാൻ വഖഫ് സ്വത്ത് ചെയ്ത് കൊടുക്കുക. ആ സമയത്ത് ഞാൻ പറയാണ് എന്റെ ഭൂമി ഞാൻ വഖഫ് ചെയ്തു, വാക്കാലും വഖഫാക്കാനുള്ള എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ട്. പക്ഷേ പുതിയ ഭേദഗതി വരുന്നതോടുകൂടി എന്ത് ചെയ്യാണ്, ഇനി രേഖകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ വഖഫാക്കാൻ പാടുള്ളൂ എന്നാണ് പറയുന്നത്. ഓക്കെ, എന്തില്ല, വാക്കാൽ വഖഫാക്കാൻ പറ്റൂല എന്നുള്ളതാണ്. അപ്പൊ ഭാവിയിൽ ഒരു തർക്കം ഉണ്ടാവുകയാണെങ്കിൽ മതിയായ തെളിവുണ്ടാവില്ല എന്നാണ് ഈ വ്യവസ്ഥക്ക് എന്ത് ചെയ്യുന്നത് സർക്കാർ നൽകുന്ന ന്യായീകരണമായിട്ട് പറയുന്നത്. കാരണം ഇങ്ങനെ വാക്കാൽ ഭൂമി വഖഫാക്കി കഴിഞ്ഞാൽ ഭാവിയിൽ തർക്കം വരുമ്പോൾ അത് വഖഫാക്കിയോ ഇല്ലേ എന്നുള്ളത് രേഖ കാണിക്കാൻ കഴിയൂല, തെളിവുകൾ ഉണ്ടാവൂല, അത് പ്രശ്നമായിട്ട് മാറുമെന്ന് പറഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്. ഇനി വാക്കാലുള്ള വഖഫില്ല, രേഖാപരമായിട്ട് തന്നെ വഖഫാക്കിയാലേ എന്ത് ചെയ്യുള്ളൂ, വഖഫാവുള്ളൂ എന്നുള്ളതാണ് ഒരു തർക്കമായിട്ട് പറയുന്നത്. പക്ഷെ ഇസ്ലാമിക നിയമം ബന്ധപ്പെട്ട് പറയുന്നത് ഒരാൾ എന്താ വെച്ചാൽ ഓൾറെഡി എന്ത് ചെയ്യാണ്, എൻ്റെ സ്വത്ത് ഞാൻ വഖഫ് ചെയ്ത് കഴിഞ്ഞാൽ, വഖഫ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ആ നിയമം, അവർക്ക് ഇസ്ലാമിക നിയമപ്രകാരം അത് വഖഫാവും. അപ്പൊ ആ 2 കോൺട്രഡിക്ഷൻ എന്ത് ചെയ്യുന്നുണ്ട് അവിടെ വരുന്നുണ്ട് എന്നുള്ളതാണ്. രണ്ടാമത്തെ അതിൽ വരുന്നൊരു ഭേദഗതി എന്ന് പറയുന്നത് കാലാകാലങ്ങളായിട്ട് മതപരമായിട്ടോ ജീവകാരുണ്യപരമായിട്ടോ അതുപോലെ തന്നെ ആവശ്യങ്ങളൊക്കെ ആയിട്ടൊക്കെ എന്ത് ചെയ്യാണ് ഈ ഭൂമിയെ വഖഫ് ഭൂമിയായിട്ട് പ്രഖ്യാപിക്കാൻ എന്ത് ചെയ്യുന്നുണ്ട് ഇപ്പോ കഴിയുന്നുള്ളതാണ്. എന്നാൽ അഥവാ കാലാകാലമായിട്ട് നമ്മളിപ്പം ജീവകാരുണ്യ പ്രവർത്തനത്തിനായിട്ടോ അല്ലെങ്കിൽ എന്താ മതപരമായ കാര്യങ്ങൾക്കായിട്ട് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഭൂമി, അങ്ങനെയാണ് അത് മുൻപേ ഉപയോഗിച്ചു വരുന്നത്, അത്തരം കാര്യങ്ങൾക്കാണ്. അപ്പൊ ഉപയോഗിക്കാം, അതോ ഉപയോഗത്തിലൂടെ വഖഫ് എന്നുള്ള സംഗതി എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ആക്കാൻ പറ്റും, അതിനെ വഖഫാക്കാൻ പറ്റും. പണ്ടേ ഉപയോഗിച്ചു വരുന്നത് വഖഫിന്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാരുണ്യ പ്രവർത്തനങ്ങൾക്കാണെങ്കിൽ ആ ഭൂമി വഖഫാക്കാൻ പറ്റും. അതിനെയാണ് നമ്മൾ പറയുന്ന പേരാണ് എന്ത്, ഉപയോഗത്തിലൂടെ വഖഫ്. അങ്ങനെ ഒരു ക്ലോസ് ഒഴിവാക്കി എന്നുള്ളതാണ്. ഉപയോഗത്തിലൂടെ വന്നിട്ട് അതിനെ വഖഫാക്കാൻ പറ്റൂല എന്നുള്ളതാണ് മറ്റെന്ത് ചെയ്യുന്നുണ്ട്, അത് റദ്ദാക്കപ്പെടുന്നതാണ് ഈ ആശയം. ഓക്കെ, അതാണ് രണ്ടാമത്തെ ഭേദഗതി പറയുന്നത്. മൂന്നാമത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭേദഗതി എന്ന് പറയുന്നത് വഖഫ് ഭൂമി സർവേ നടത്താനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പിന്നെ ഓൾറെഡി ഇപ്പം സംസ്ഥാന സർക്കാരുകൾക്ക് ഒരു സർവേ കമ്മീഷനും അസിസ്റ്റന്റ് കമ്മീഷണർമാരൊക്കെ നിയമിക്കാനുള്ള അവകാശം ഉണ്ട്. ഓക്കെ, എന്നാൽ ഭേദഗതി വന്നു കഴിഞ്ഞാൽ അത് ജില്ലാ കലക്ടർമാർക്കായിട്ട് മാറും. ഇപ്പോൾ ഓൾറെഡി അത് വഖഫിന്റെ ബന്ധപ്പെട്ട ആളുകളാണ് ചെയ്യുന്നത്. ഒരു വഖഫ് സ്വത്ത് സർക്കാർ വകയാണോ എന്ന സംശയം ഉണ്ടാവുകയാണെങ്കിൽ അന്വേഷിച്ച് തീരുമാനം എടുക്കുന്നു കലക്ടറാണ്. മുമ്പ് അതത് തർക്കങ്ങളിൽ വഖഫ് ട്രൈബ്യൂണലിക്ക് പകരം തീരുമാനം എടുക്കുന്ന ആരായിരിക്കും, കലക്ടർ ആയിരിക്കും എന്നുള്ളതാണ്. അപ്പൊ സർക്കാരിന്റെ ഒരു ഭൂമിയാണോ ഇത് വഖഫ് ഭൂമിയാണോ എന്നൊരു തർക്കം വന്നു കഴിഞ്ഞാൽ ഇവിടെ കലക്ടറാണ് എന്ത് ചെയ്യാൻ തീരുമാനിക്കുക. അവിടെ പ്രശ്നം എന്താ, കലക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സർക്കാരിന്റെ കീഴിൽ വരുന്ന ഒരാളാണ്. അപ്പൊ സർക്കാരിന്റെ ഭൂമിയാണോ എന്നുള്ള സ്വാഭാവികമായിട്ടും സർക്കാരിന്റെ ഒരു കീഴിലുള്ള ഉദ്യോഗസ്ഥൻ അത് തീരുമാനിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും സർക്കാരിന് അനുകൂലമായിട്ട് തീരുമാനിക്കാനുള്ള സാധ്യതയാണ് എന്ത് ചെയ്യുന്നത് കൂടുതൽ കാണുന്നത്.
അതേസമയത്ത് വഖഫിന്റെ കീഴിൽ വരുന്ന ഉദ്യോഗസ്ഥരാകുമ്പോഴേ എന്ത് ചെയ്യുള്ളൂ, വഖഫ് ഭൂമിയാണോ അല്ലേ എന്നുള്ളത് നിഷ്പക്ഷമായിട്ട് അവർ നോക്കാനുള്ള സാധ്യത ഉണ്ടാവുകയുള്ളൂ. മറിച്ച് എന്താണ്, അവിടെ പല വഖഫ് ഭൂമിയും തർക്കത്തിലുള്ള പലപ്പോഴും എന്ത് ചെയ്യുന്നു, സർക്കാർ ഭൂമിയായിട്ട് മാറാനും അത് ഉപയോഗപ്പെടുത്താൻ എന്ത് ചെയ്യുന്നുണ്ട് സാധിക്കും. അത് വഖഫ് ബോർഡിനും ഒക്കെ എന്ത് ചെയ്യാണ്, കൺട്രോൾ ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് വരും. ഓക്കെ, അതുപോലെ തന്നെ എന്ത് ചെയ്യാണ്, ഈ തർക്കത്തിലുള്ള ഇത്തരത്തിലുള്ള ഈ ഒരു വിഷയങ്ങളിൽ വഖഫ് ഭൂമിയാണോ എന്നുള്ള ചർച്ച വരികയാണെങ്കിൽ അത് പരിഹാരം കണ്ടെത്തി കലക്ടറാണ് എന്ത് ചെയ്യുക, അത് പഠനം നടത്തി തീരുമാനം എടുക്കുക. അത് കലക്ടർ റിപ്പോർട്ട് സമർപ്പിക്കും വരെ എന്ത് ചെയ്യാണ്, തർക്കത്തിലുള്ള സ്വത്തുക്കൾ എന്ത് ചെയ്യില്ല, വഖഫായിട്ട് കണക്കാക്കൂല എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ അത്തരത്തില് വഖഫ് ബോർഡിനും അതിൽ അംഗങ്ങൾക്കുണ്ടായിരുന്ന അധികാരം മാറ്റിയിട്ട് അത് കലക്ടർക്ക് അധികാരം കൊടുക്കുമ്പോൾ അതെന്ത് ചെയ്യാണ്, തെറ്റായിട്ടുള്ള പല തീരുമാനങ്ങൾ വരാനുള്ള സാധ്യത എന്ത് ചെയ്യുന്നുണ്ട്, കൂടുതലായിട്ട് കാണുന്നുണ്ടെന്നുള്ളതാണ് മറ്റൊരു പ്രശ്നമായിട്ട് അതിൽ പറയുന്നത്. ഒന്നാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് വഖഫ് ട്രൈബ്യൂണലുകളുടെ ഘടന മാറ്റി എന്നുള്ളതാണ് പുതിയ ഭേദഗതിയിൽ വരുന്ന പ്രശ്നം. മുമ്പ് എന്ന് പറയുന്ന അംഗങ്ങളിൽ ഒരാൾ ഇസ്ലാമിക നിയമങ്ങളിൽ പണ്ഡിതനായിരിക്കണം നിലവിലെ വ്യവസ്ഥ ഉണ്ടായിരുന്നു, അത് റദ്ദാവും. ഇപ്പൊ ഇസ്ലാമിക വിഷയവുമായി ബന്ധപ്പെട്ട ഒരു ഭൂമിയാണല്ലോ വഖഫ്. അപ്പൊ അതിൽ വിഷയങ്ങൾ പഠിക്കാനും തീരുമാനിക്കാനും ഇസ്ലാമിക്കിൽ വരുന്ന എന്താണ് ഒരു പണ്ഡിതൻ ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. അതെന്ത് ചെയ്യുന്നുണ്ട്, റദ്ദ് ചെയ്യുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രശ്നമായിട്ട് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ട്രൈബ്യൂണലുകളുടെ വിധിക്കെതിരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 90 ദിവസത്തിനധികം കോടതിയിൽ അപ്പീൽ നൽകാനുള്ള നിയമവും എന്ത് ചെയ്യുന്നുണ്ട്, ഭേദഗതിയിലുണ്ട്. ഇപ്പൊ ട്രൈബ്യൂണലിന്റെ തീരുമാനം അന്തിമമായിരിക്കില്ല, നടത്തുമ്പോൾ എന്ത് ചെയ്യാം, അപ്പീൽ പോകാനുള്ള ഓപ്ഷൻ കൊടുക്കുകയാണ്. അപ്പൊ അതിലെന്ത് ചെയ്യാണ്, ഇസ്ലാമുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണല്ലോ, ഇസ്ലാമിന്റെ ബന്ധപ്പെട്ട ആ മതവുമായി ബന്ധപ്പെട്ട ഭൂമിയാണ്. അപ്പൊ അതിൽ ആ മതവുമായി ബന്ധപ്പെട്ട പണ്ഡിതന്മാർ അഭിപ്രായം പറയുന്നത് വേണ്ട എന്നുള്ളൊരു ഓപ്ഷൻ വരുമ്പോൾ ആണ് എന്ത് ചെയ്യുന്നത്, അത്തരത്തിലുള്ള ആ മതങ്ങളിൽ നിന്ന് എന്ത് ചെയ്യുന്നത്, മതപണ്ഡിതന്മാരൊന്നും അതിന് എതിർപ്പ് നേരിടേണ്ടി വരുന്നത്. ഓക്കെ, അതാണ് മറ്റൊരു പ്രശ്നം. അതുപോലെ തന്നെ ഞാൻ വഖഫ് ബോർഡുകളുടെയും വഖഫ് കൗൺസിലിന്റെയും അടിസ്ഥാന രൂപം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, കംപ്ലീറ്റ് പൊളിച്ചെന്ന രീതിയിലാണ് പുതിയ ഭേദഗതി വരുന്നത്. ബോർഡിലെയും മുമ്പ് എന്ന് പറയുന്ന ബോർഡിലെയും കൗൺസിലിലേക്ക് എല്ലാ അംഗങ്ങളും മുസ്ലിങ്ങളാണ്. കാരണം മുസ്ലിം മതവുമായി ബന്ധപ്പെട്ട് മുസ്ലിം ഭൂമിയുമായി ബന്ധപ്പെട്ട വിഷയമായതുകൊണ്ട് മുമ്പ് പറയുന്നത് ആർട്ടിക്കിൾ 25 ഓൾറെഡി 25 മുതൽ നമ്മൾ ഭരണഘടന മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട് അത് വരുന്നുണ്ട്. അവർക്ക് അത് കംപ്ലീറ്റ് എന്താണ്, അത്തരം നിയമങ്ങൾ വരുമ്പോൾ അവരെ നിയമിക്കണം എന്നുള്ള സംഗതിയൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ പറയുന്നത് കംപ്ലീറ്റ് മുസ്ലിങ്ങൾ എന്നുള്ള ഓപ്ഷൻ ഒഴിവാക്കുന്നുണ്ട്. ഭേദഗതി പ്രകാരം എന്ത് ചെയ്യുന്നുണ്ട്, മുസ്ലിങ്ങളല്ലാത്ത 2 അംഗങ്ങളെങ്കിലും എന്ത് ചെയ്യും അതിൽ വേണം എന്നും പറയുന്നുണ്ട്. അതാണ് മറ്റൊരു ഭേദഗതി അതിൽ വന്നിട്ടുള്ളത്. അതാണ് മറ്റൊരു ഭയങ്കര വിമർശനത്തിന് കാരണമായിട്ടുള്ളത്. കാരണം ഇവരെ മതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, മുസ്ലിം മതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള അധികാരം കംപ്ലീറ്റ് ആയിട്ട് ആ മതത്തിനാണെന്നുള്ളത് അതാണ് പറയുന്നത്. ആ മതവിശ്വാസികളും ഇതിനെതിർക്കുന്നവരും പറയുന്നത്. പക്ഷെ അത് മറ്റു മതക്കാരും അതിലേക്ക് വരുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നങ്ങളായിട്ട് പറയുന്നുണ്ട്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറയുന്നത്, ഏതെങ്കിലും ഒരു സ്വത്ത് വഖഫാണോ എന്ന് ബോർഡിന് തോന്നിയാൽ എന്ത് ചെയ്യാണ്, അതിനെക്കുറിച്ച് അന്വേഷിക്കാനും തീരുമാനം എടുക്കാനുള്ള അധികാരം വഖഫ് ബോർഡുകൾക്ക് ഉണ്ടായിരുന്നു. ഓക്കെ, പരാതികൾ ഉണ്ടായിട്ട് എന്ത് ചെയ്യാൻ വല്ല വഖഫ് ട്രൈബ്യൂണലിനെ സമീപിക്കുകയും ചെയ്യാം. പുതിയ ഭേദഗതി പ്രകാരം എന്ത് ചെയ്യുന്നത്, ഈ അവകാശം ഇല്ലാതായിരുന്നു. ഒരു ഭൂമി വഖഫ് ഭൂമിയാണോ നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് പഠിക്കാനും പഠനം നടത്താനും വഖഫ് ട്രൈബ്യൂണലിൽ പരാതി കൊടുക്കാനൊക്കെ ഉള്ള അവകാശം ഉണ്ടായിരുന്നു, അതില്ലാതായിട്ട് മാറി എന്നുള്ളതാണ്. അപ്പൊ ഇത്തരത്തില് വഖഫ് ബോർഡ് എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് മാറ്റങ്ങൾ വരുന്നൊന്നും ആദ്യമായിട്ടല്ല. മുമ്പ് എന്ത് ചെയ്യുന്നുണ്ട്, വഖഫ് ബോർഡിലും പല മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ ഇത് ഒരുപാട് വിമർശനങ്ങൾ ഉന്നയിക്കുന്ന രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, മാറ്റങ്ങൾ വന്നിട്ടുള്ളത്. ഇതിൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, വഖഫ് സ്വത്തുക്കളും ബോർഡും തമ്മിലുള്ള ഒരു ബന്ധമാണ്. ഓക്കെ, ഇപ്പോൾ ഒരു തെറ്റിദ്ധാരണ സംഘയിക്കുന്നത് ഇപ്പൊ പല സർക്കാരുകളും പല രാഷ്ട്രീയപരമായ കാര്യങ്ങൾ കൊണ്ട് ഒക്കെ എന്ത് ചെയ്യുന്നത്, ഒരു തെറ്റിദ്ധാരണ വഖഫ് ബില്ലിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി സാധൂകരിക്കാൻ വേണ്ടി വ്യാപകമായിട്ട് പ്രചരിക്കുന്ന ഒരു സംഗതിയാണ് ഈ വഖഫ് ബോർഡിന്റെ സ്വത്താണ് ഇതെല്ലാം എന്ന് പറയുന്നുണ്ട്. വഖഫ് ബോർഡിന്റെ സാമ്പത്തിക ശേഷി, ഇപ്പോൾ നേരത്തെ പറഞ്ഞ 11 ലക്ഷം കോടിയിലധികം സ്വത്തുണ്ടെന്ന് പറയുമ്പോൾ ഈ സ്വത്ത് മൊത്തം വഖഫ് ബോർഡിൻ്റെതാണെന്നുള്ള രൂപത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, തെറ്റായ പ്രചരണം നടക്കുന്നുണ്ട്. പക്ഷേ ഈ വഖഫ് ബോർഡിൻ്റെതല്ല ഈ സ്വത്തുക്കൾ, വഖഫ് ബോർഡ് എന്ന് പറഞ്ഞാൽ മുതലാളിയായിട്ട് ചിത്രീകരിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ സത്യത്തിൽ എന്തല്ല, അങ്ങനല്ല. അഥവാ ഇത് നടത്തി കൊണ്ടുപോകാനുള്ള ഒരു ബോഡി എന്നുള്ള രീതിയിൽ മാത്രമാണ് നമ്മൾ ഇതിനെ കാണേണ്ടത്, വഖഫ് ബോർഡിനെ കാണേണ്ടത് എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ റെയിൽവേയും പ്രതിരോധ വകുപ്പും കഴിഞ്ഞാൽ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തി വഖഫ് ബോർഡാണെന്ന രീതിയിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പെരുപ്പിച്ച് കാണിക്കുന്നുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ എന്ന് പറയുന്നത് വഖഫ് ബോർഡ് എന്ന് പറയുന്നത് വഖഫ് സ്വത്തിന്റെ അവകാശിയല്ല, ഉടമസ്ഥാവകാശം ഇല്ല. അവരത് നടത്തി കൊണ്ടുപോകാനുള്ള ഒരു ബോഡി മാത്രമാണ്. വഖഫ് സ്വത്തിന്റെ അവകാശം എന്ന് പറയുന്നത് ഇസ്ലാമിക വിശ്വാസ പ്രകാരം എന്താണ്, ദൈവത്തിന്റെ അവകാശമാണ്. അല്ലെങ്കിൽ ആ പള്ളി കൊടുത്താൽ ആ പള്ളിക്കാണ് അതിന്റെ അവകാശം, അല്ലാതെ എന്തല്ല വഖഫ് നേരിട്ട് ഉടമസ്ഥയിലില്ല. നേരിട്ട് ഉടമസ്ഥയിൽ വഖഫ് ബോർഡിന്റെ നേരിട്ട് ഉടമസ്ഥയിൽ ആകെ ഉള്ളത് വെറും 30 സെന്റ് ഭൂമി മാത്രമാണ് ഇതുവരെ ഉള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതിൽ ചില തെറ്റിദ്ധാരണകളും എന്ത് ചെയ്യുന്നുണ്ട്, വരുത്തിക്കൊണ്ടാണ് വരുന്നത്. ഇത്തരത്തില് ഇപ്പൊ ഇതിന്റെ പ്രശ്നം എന്ന് പറയുന്നത്, ഇപ്പൊ ഏത് മതവിഭാഗത്തിനും ആർട്ടിക്കിൾ 25 പ്രകാരമൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് ഏത് മതവിഭാഗത്തിനും അവരുടെ മതങ്ങൾ പഠിക്കാനും പ്രചരിപ്പിക്കാനും അവരെ മതവുമായി ബന്ധപ്പെട്ട
പ്രോപ്പർട്ടികൾ വാങ്ങാനോ നടത്തിക്കൊണ്ടുപോകാനുള്ള അവകാശമൊക്കെ നമ്മുടെ മൗലിക അവകാശമായിട്ട് നൽകുന്നുണ്ട്. അപ്പൊ അത്തരത്തിൽ വരുന്ന മാറ്റങ്ങൾ, ഒരു കാര്യങ്ങൾ വരുമ്പോൾ കാലോചിതമായ മാറ്റങ്ങൾ വേണമെന്നുള്ളത് തർക്കമൊന്നുമില്ല. പക്ഷേ അത്തരത്തിലുള്ള മാറ്റങ്ങൾ ഒരു മതവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ മാറ്റങ്ങൾ കൊണ്ടുവരുമ്പോൾ ആ മതത്തിലുള്ള ആളുകളുമായിട്ട് നല്ല രീതിയിൽ കൺസൾട്ട് ചെയ്ത് അവരെ സമ്മതത്തോടു കൂടി ആയിരിക്കണം കൊണ്ടുവരേണ്ടത് എന്നുള്ളതാണ്. അങ്ങനെ കൊണ്ടുവരാത്തത് കൊണ്ടാണ് പലപ്പോഴും എന്ത് ചെയ്യുന്നത്, ഇത്തരത്തിലുള്ള വിവാദങ്ങൾ ഉയർന്നു വരുന്നതും. ഏത് മതത്തിലെ വിശ്വാസികൾക്കും അവരുടെ സ്വത്ത് എന്താണ് സംരക്ഷിക്കാൻ അവകാശമുണ്ട്. അത് അങ്ങനെ ഉണ്ടാവണം. ഹിന്ദു മതവിശ്വാസികൾക്കാണെങ്കിൽ അവരുടെ ദേവസ്വം ബോർഡ് ഉണ്ട്, അതുപോലെ തന്നെ സിഖ് മത ഗുരുദ്വാര ബോർഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്. അപ്പൊ അത്തരത്തിൽ അതിലൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരുമ്പോൾ ആ മതവുമായി ബന്ധപ്പെട്ട വിശ്വാസികളെയും കൂടി എന്ത് ചെയ്യാണ് കണക്കിലെടുത്ത് അവരുടെ അഭിപ്രായങ്ങളും കൂടി തേടിയിട്ടാവണം കൊണ്ടുവരേണ്ടത് എന്നുള്ളതാണ് ഓരോ സർക്കാരും ശ്രദ്ധിക്കേണ്ടത്. അത്തരത്തിൽ അവരുടെ അഭിപ്രായങ്ങൾ മാനിക്കാതെ നിയമങ്ങൾ കൊണ്ടുവരുമ്പോൾ നമ്മളുടെ അധികാരവും അതുപോലെ തന്നെ മെജോറിറ്റിയൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് അങ്ങനെ കൊണ്ടുവരുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, സ്വാഭാവികമായിട്ട് വിമർശനങ്ങൾ ഉണ്ടാക്കുന്നതും അത് ആ മതങ്ങൾക്കിടയിൽ എന്ത് ചെയ്യാണ് ഒരു അസ്വസ്ഥത ഉണ്ടാക്കുന്നതും ഒക്കെ ചെയ്യുന്നത്. അത്തരം കാര്യങ്ങൾ സർക്കാർ പ്രത്യേകിച്ച് മുഖവിലക്കെടുക്കണം എന്ന് പ്രത്യേകം ഓർമ്മിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം നിർത്താം. മറ്റേതുമായി ബന്ധപ്പെട്ട മുനമ്പം വിഷയവും കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം മറ്റൊരു വീഡിയോയിൽ വിശദമായിട്ട് സംസാരിക്കാം. അതുവരേക്കും ബൈ.